കുറ്റ്യാടി കാവിലുംപാറ പഞ്ചായത്തിലെ ചാപ്പൻതോട്ടം പൊയിലോംചാൽ നിരവിൽപ്പുഴ റോഡിന്റെ ആദ്യഘട്ട പ്രവൃത്തി കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കലിങ്കുകളുടെ പണി പാതി വഴിയിൽ നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മലയോര ജനത. കുറ്റ്യാടി ചുരം റോഡിലെ ചാത്തൻകോട്ട് നടയിൽ നിന്നാരംഭിച്ച് ചാപ്പൻതോട്ടം പൊയിലോംചാൽ വഴി വയനാട്ടിലെ നിരവിൽപ്പുഴയിലെത്തുന്ന ഈ പാത മലയോര വികസനത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു നൽകിയത്. ഇതിന്റെ ആദ്യഘട്ടമായി ചാപ്പൻതോട്ടം മുതൽ പൊയിലോംചാൽ വരെയുള്ള 2 കിലോമീറ്റർ റോഡ് നവീകരണത്തിന് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിരുന്നു. 5 മാസം മുൻപ് പണി തുടങ്ങിയെങ്കിലും കരാറുകാരന്റെ അനാസ്ഥയിൽ ഇപ്പോൾ എല്ലാം വഴിമുട്ടിയിരിക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരത്തിനുള്ളിലെ 4 കലുങ്കുകളുടെ പണിയാണ് നിലച്ചത്. റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാത്തത് വരാനിരിക്കുന്ന മഴക്കാലത്ത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നതും. മഴ പെയ്താൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ട് റോഡിലൂടെ വെള്ളം കുത്തിയൊലിക്കുമെന്നും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നുമാണ് നാട്ടുകാരുടെ പരാതി. 4 മാസമായിട്ടേ ഇവർ 4 കലുങ്ക് ഒരുമിച്ച് പൊളിച്ചിടാൻ വേണ്ടി തീരുമാനിച്ച. അപ്പോൾ നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു കലുങ്കിന്റെ പണി പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ ഇവർ എന്ത് ചെയ്യാനാ? നാട്ടുകാർ ഭയങ്കര പ്രതിഷേധമാണ്. പക്ഷേ ഇയാളെ കോൺട്രാക്ടറെ വിളിച്ചാൽ എടുക്കുമല്ലോ ഫോണ്. അയാൾ പണിക്കാർ പോലും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. 2 കോടി രൂപയുടെ വർക്കാണ്. ഈ 2 കിലോമീറ്റർ റോഡിൽ 4 കലുങ്കുകൾ തീരുന്നുണ്ട്. 4 മാസം മുമ്പ് പണി ആരംഭിച്ച ഈ കലുങ്കിൻ്റെ പണി ഇതുവരെ പൂർത്തിയാക്കാൻ ഇതിൻ്റെ കോൺട്രാക്ടർക്ക് സാധിച്ചിട്ടില്ല. മാർച്ച് 31-ാം തീയതി തീരേണ്ട വർക്ക് ഇതുവരെ തീർക്കാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കൽവർട്ട് തന്നെ കണ്ടാലറിയാം. ഇതിൻ്റെ അടുത്തുള്ള വീടിന് ഭീഷണിയായിട്ടാണ് ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നിൽക്കുന്നത്. കരാറുകാരെ ഞങ്ങൾ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട്. PWD എഞ്ചിനീയറെ വിളിക്കുന്നുണ്ട്. ഈ കരാർ ഏറ്റെടുക്കുന്നതിൻ്റെ സൂപ്പർവൈസറെ വിളിക്കുന്നുണ്ട്. പക്ഷേ സൂപ്പർവൈസറെ വിളിക്കുമ്പോൾ മാത്രം യാദൃശ്യമായിട്ട് കിട്ടും. കിട്ടിയാൽ തന്നെ അദ്ദേഹം പറയുന്നത് കരാറുകാരനെ നിങ്ങളൊന്ന് വിളിക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങൾ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ സൂപ്പർവൈസർ പറയുന്നത്. പേരിന് 2 തൊഴിലാളികളെ മാത്രം വെച്ച് ഇഴഞ്ഞു നീങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നിലവിൽ പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗങ്ങൾ സമീപത്തെ വീടുകൾക്കും ഭീഷണിയാണ്. PWD ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അവഗണന തുടർന്നാൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും. ഈ കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കൽവർട്ട് പണി എത്രയോ മുമ്പേ പൂർത്തീകരിക്കാമായിരുന്നു. ആ കൽവർട്ട് പണി വളരെ റോഡ് പൊളിച്ചിട്ട് 2-3 ലേബേഴ്സിനെ വെച്ചിട്ടാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണി നടക്കുന്നുമില്ല. അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശത്തെ ആളുകൾ, കുഴപ്പമില്ലാതെ റോഡിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഈ കൽവർട്ട് പൊളിച്ചിട്ടതിൻ്റെ ഭാഗമായി യാത്രാ ക്ലേശം വളരെ പ്രയാസത്തോടെ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും അടിയന്തരമായി ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള നടപടി പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ കരാറുകാരൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ അനുവദിച്ച റോഡ് നിർമ്മാണം ഇത്തരത്തിൽ പാതി വഴിയിലാകുന്നത് മലയോര മേഖലയോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന മഴക്കാലത്ത് പൊയിലോംചാൽ നിവാസികൾ ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.